എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് നമ്മുടെ അടുക്കള തല്ലൂര് കടയിലത്തെ അടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ചോറ് ദേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറി വെക്കേണ്ട നേരമായി. നേരം ഞാൻ വേഗം ഇങ്ങനെ ചെയ്യണ കാരണമാണ്. കുറച്ച് കാമണിക്കൂറോട്ട് അരമണിക്കൂറോട്ടൊക്കെ ഞാനിതൊക്കെ നന്നാക്കി കറിയൊക്കെ ആക്കും. അപ്പോൾ ദേ ഇന്ന് കടച്ചക്കയുടെ വിഭവങ്ങളാണ് ഇപ്പോഴൊക്കെ കാണിക്കുന്നത്. കടച്ചക്ക ഇഷ്ടം പോലെ വരുന്ന സമയമാണേ. അപ്പോൾ ഇന്ന് ദേ കണ്ട കറുപ്പ കളറായി. ഇന്നലെ കൊണ്ടുവന്ന കടച്ചക്കയത് അപ്പോഴേക്കും ഒരു കറുപ്പ കളറായി. ഇതിൻ്റെ പശിരിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് ഇങ്ങനെ ആവുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത് ഇന്ന് ഉപ്പേരിയാണ് വെക്കുന്നത്. ഇവിടുത്തെ തൃശ്ശൂർക്കാരുടെ ഏറ്റവും നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കറികളിൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടച്ചക്ക ഉപ്പേരി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടാന്ന് പറയും. അത് കുത്തുമുളകിട്ടൊക്കെ ഒന്ന് കാച്ചിയ സൂപ്പറാണ്. അപ്പോൾ അതാണെന്ന് എല്ലാവർക്കും വെക്കാൻ അറിയുന്നത് തന്നെയാണ്. പക്ഷെ അമ്മയുടെ ഇന്നത്തെ കറി എന്താണ് അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത് വെക്കാം. പിന്നെ നല്ല മാങ്ങ റോട്ടിൽ നിന്ന് പറക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ചേച്ചി വരുമ്പോൾ, വാസന്തി ചേച്ചി. അപ്പോൾ ചേച്ചി കവറിൽ കുറച്ചത് പറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അങ്ങനെ മാങ്ങ പുളിശ്ശേരി വെക്കാൻ പാകത്തിനുള്ള മാങ്ങയെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കണം. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, ചിലപ്പോൾ അതാവും വയ്ക്കുക. അപ്പോൾ അതും കൂടി വെക്കണം. അപ്പോൾ കടച്ചക്ക നന്നാക്കി നമുക്കൊന്ന് ഉപ്പേരിയിലേക്ക് പോയാലോ. പുറമെ ഇത്തിരി മോശമായിട്ട് നമുക്ക് തോന്നിയാലും ഉള്ളതിൻ്റെ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. എന്താ അടിപൊളിയാണ്. അടുത്തത് അത് നമുക്ക് ഇങ്ങനെ കുരുകുര അരിഞ്ഞെടുക്കാം. കുരുകുരാന്ന് വിചാരിച്ച അത്ര കുരുകുരൊന്നും വേണ്ട. നമ്മളിത് ചീനച്ചട്ടിയിലിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാലേ നല്ല വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി ഒരു വലിപ്പം കണ്ട, ഇതാണ് കടച്ചക്കയുടെ വലിപ്പം. അപ്പോഴേ അങ്ങനെ ഞാൻ കടച്ചക്കയൊക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇടിച്ച് ചതച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറി വയ്ക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കറി നമുക്ക് ഇത്തിരി അധികമുള്ള കാരണം തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ഇടാനുള്ള ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തിട്ട്, ഇഞ്ചി പുള്ളി ഇടാറില്ല കേട്ടോ സാധാരണ ഉപ്പേരിയിൽ. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഗ്ലൗസ് ഊരി വയ്ക്കട്ടെ ഞാൻ കയ്യുമ്മലേ. അപ്പോൾ ഉള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് കടച്ചക്കയല്ലേ, അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഉപദ്രവമുള്ളവർക്കൊക്കെ ഇത്തിരി ഒരു ഇഞ്ചി കഴിക്കുമ്പോൾ ഒരു നല്ലതല്ലേ. അതാണ് നമ്മളതിൽ ഇഞ്ചി ചേർത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഉപ്പേരിയിൽ ഇഞ്ചി ചേർക്കാറില്ല. തൃശ്ശൂർക്കാർക്ക് അത് ഇഞ്ചിയുടെ ടേസ്റ്റ് വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരിക. പിന്നെ നമുക്ക് ആവശ്യമുള്ള വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പച്ചമുളകും നമ്മൾ ഉപ്പേരിയിൽ ചേർക്കില്ല കേട്ടോ. അതിനൊരു ചോദ്യം വരെ, തൃശ്ശൂർക്കാർ പച്ചമുളക് ചേർക്കാറില്ലല്ലോന്ന്. പക്ഷെ ഞാൻ ചേർക്കും. കാരണം എന്താ വെച്ചാൽ പച്ചമുളക് ഈ പഴുത്തതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവേ. അപ്പോൾ അത് ഇത്തിരി ചേർത്ത് കഴിഞ്ഞാൽ മുളക് പൊടി, ഇടിച്ച മുളക് പൊടി നമുക്ക് കുറച്ച് കുറവിട്ടാൽ മതി. ഒരു ലേശം കാശ്മീരിയും കൂടി ഇടണം കേട്ടോ ഇതിൽ. പിന്നെ ഇടിച്ച മുളക് പൊടി കുറച്ച്, മുളകുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കുറവിടണമല്ലോ. നല്ല എരിവായിരിക്കും. അല്ലെങ്കിലേ അതിനെ നല്ല എരിവുള്ള മുളകാണ് പച്ചമുളക് ചേർത്തിരിക്കുന്നത്. പിന്നെ ഈ കാശ്മീരി നല്ല കളർ വന്നോട്ടെ. ഗുണം പോലെ തന്നെ ഒരു ഭംഗിയും കൂടി വേണേ. അപ്പോഴാണ് അത് കഴിക്കാനുള്ളൊരു താല്പര്യം നമ്മളിൽ വരിക. നന്നായി മൊരിഞ്ഞ് വരട്ടെ.
അപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഇത്തിരി ചെറിയ തീര് കിടന്ന് ഇങ്ങനെ മൂത്ത് വരണം കേട്ടോ. ചടപടാന്ന് അങ്ങോട്ട് മൂപ്പിച്ചാൽ ശരിയാവില്ല. കഴുകി വെച്ചത് വേവിച്ചിട്ടില്ല കേട്ടോ, കഴുകി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വരുമ്പോഴേ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുഴയും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൂട്ടുക, മൂടി വയ്ക്കുക. ഒരു ആവിയും അങ്ങോട്ട് വെന്ത് വരുമ്പോഴേ ശരിയാവും. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കാം. കണ്ട ഒന്നിനോടൊന്ന് തൊടാതെ കിടക്കുന്ന കടച്ചക്ക കണ്ട. അല്ലെങ്കിൽ വേവിച്ചിട്ട് കാച്ചി കഴിഞ്ഞാൽ അങ്ങോട്ട് കുഴഞ്ഞു പോകും. ഇതിപ്പോൾ നമ്മുടെ റെഡ് ചില്ലിട്ട കാരണമായിട്ട് അത്ര കളറോട് കൂടി കിടക്കണം. കാശ്മീരി കുറച്ച് ചേർത്തല്ലോ. അപ്പം ഇനി കഞ്ഞി കുടിക്കട്ടെ കേട്ടാ. ഞാനല്ല ഞങ്ങൾ എല്ലാവരും കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറേ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തെ കറി വയ്ക്കണല്ലോ. അതിന് ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാങ്ങിയാന്ന്. അപ്പം ഇവിടെ ചേച്ചി വരും വഴിക്ക് റോട്ടിൽ നിന്ന് കുറേ മാങ്ങ എടുക്കണമെന്ന്. അപ്പോൾ അതൊരു കവറിൽ പറക്കി കൊണ്ടുവന്നതാ. എന്നിട്ട് എന്നോട് പറഞ്ഞത് മാങ്ങാപ്പുളിശ്ശേരി വെച്ചോളോട്ടാ മോളായിരുന്നു. അപ്പോൾ ഞാൻ ശരി എന്താ വെക്കാലോ എന്ന് ഇടയ്ക്ക് സാമ്പാർ വെച്ചോളോട്ടാ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ അതെ മാങ്ങയൊക്കെ ഞാൻ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കണ്ടാ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ വലിക്കുക ചെയ്തേ, പിടിച്ചിട്ട് ഇങ്ങനെ കൈ വേനെടുക്കും അല്ലെങ്കിൽ നെക്കം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കറി വയ്ക്കേണ്ട കാര്യങ്ങളൊന്നും കാണിച്ചു തരണ്ടല്ലോ. ഒക്കെ ഇഷ്ടം പോലെ ഞാൻ വെച്ചിട്ടുള്ളതാ. വെച്ചതന്നെ. അപ്പോൾ ഞാൻ ഓടിക്കൽ ഇങ്ങനെ ഇന്നത്തെ എൻ്റെ പണികളുടെ ഇടയിലുള്ള പണി എന്നുള്ള നിലയ്ക്ക് അതൊന്ന് കാണിക്കാം കേട്ടോ. അപ്പം അതിലേക്ക് ഉപ്പ്, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ചധികമായാലും കുഴപ്പമില്ല, നല്ല മഞ്ഞ കളർ ഉണ്ടായിക്കോട്ടെ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. തീ അങ്ങോട്ട് കത്തിക്കുക. അടച്ചങ്ങോട്ട് വെക്കുക. അപ്പോൾ നമുക്കത് അവിടെ നിന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഞാൻ അരയ്ക്കാൻ പോവാണ്. അപ്പോൾ നാളികേരം, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ കേട്ടാ. വെളുത്തുള്ളി ഉള്ളിയൊക്കെ ചിലർക്ക് ആവശ്യമില്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. ഞാൻ ഇടയ്ക്കത് ഇടും, ഇടയ്ക്കത് ഇടാണ്ടും വയ്ക്കും. അപ്പോൾ രണ്ട് ടേസ്റ്റിലും മണത്തിലൊക്കെയാണ് വരിക. അപ്പോൾ പല രീതിയിൽ നമുക്ക് വെച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യങ്ങളാണ്, നമ്മുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ മാങ്ങയൊക്കെ ഒരുവിധമായി വന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അരവ് അങ്ങോട്ട് കുറച്ച് ശർക്കരയില്ലേ, ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ, മധുരം അനുസരിച്ച്. ഈ മാങ്ങ നല്ല പുളിയുണ്ട്. അപ്പോൾ ഇത്തിരി ശർക്കര നല്ലോണം വേണം. പിന്നെ നമ്മുടെ തേങ്ങ അരച്ചത് അതും ചേർത്ത് കൊടുക്കാം. അപ്പോഴേ ഈ തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് കറക്കിയിട്ട് വരട്ടെ കേട്ടോ. തേങ്ങ അരച്ചതിൽ ഒഴിച്ചതാണ്. ചിലപ്പോൾ അല്ലെങ്കിൽ തരിതരിപ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ കറി അങ്ങോട്ട് മോശമായിപ്പോവും. അപ്പോൾ നമ്മുടെ തൈര് ഞാൻ നല്ല തരിയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. തരിൻ്റെ ആയാലും കുഴപ്പമുണ്ടായിട്ടല്ല, ഒരു ഭംഗി കേടാവും.
ഇനി നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് തിളച്ച് ഒന്ന് കുറുതായി വരുമ്പോൾ നമുക്കതിനെ കടുക് വറുത്തെടുക്കാം. അപ്പോഴേ ഞാൻ നല്ല പുതിനിട്ട് വെച്ച വെള്ളമാണിത്. ഇഞ്ചിയും പുതിനയും കണ്ടാ ഇതവിടെ കുടിക്കും ഞാൻ. ഇത് ഒരേ പ്രാവശ്യം വയ്ക്കും കേട്ടോ. അതിൻ്റെ കഴിയുമ്പോൾ അങ്ങനെ വേഗം തിളയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ചേ വയ്ക്കുള്ളൂ. വേറെ ആരും കുടിക്കില്ല കേട്ടോ ഇവിടെ. ചിലപ്പോൾ രതീഷ് വന്ന് കുടിക്കും, അല്ലെങ്കിൽ ഭാഗ്യം വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഞാൻ കൊടുത്താൽ ചിലപ്പോൾ കുടിക്കും. ഇതിന് മണം ചിലർക്ക് പഠിക്കില്ല, പുതിനരിയും ചീരിയും കൂടി ആകുമ്പോഴേ. അപ്പം ഞാനത് കുടിക്കും. അപ്പോൾ ഇടയ്ക്ക് പുതിനിട്ട വെള്ളമൊക്കെ കുടിക്കും ഞാൻ. എന്തിനാന്ന് ചോദിച്ചാൽ വയറ്റിൽ നിന്ന് പോകാനൊക്കെ നല്ലതാണത്. മാങ്ങ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര ചൂടാട്ടാ. ചൂടായിട്ട് ഇവിടെയൊക്കെ കണ്ട, എൻ്റെ കഴുത്തൊക്കെ കാണുന്നുണ്ടോയെന്നറിയില്ല. ആകെ ഇങ്ങനെ ഒരു ചൂടുകുരുവല്ല, ചൂടുകുരുവിനൊരു പരിധി വരെയല്ലേ ചൊറിച്ചിലുണ്ടാവുള്ളൂ. അത് ഭയങ്കര ഇങ്ങനെ നമുക്ക് കുത്തിപ്പൊട്ടിക്കാൻ തോന്നും. അങ്ങനെയുള്ള ചൊറിച്ചലുകളാണ്. ഇങ്ങനെ ആകെ പൊന്തുന്നിട്ട് നല്ല ഉഷ്ണം വരുമ്പോൾ, നല്ലോണം സ്പീഡിലൊക്കെ പണിയെടുത്ത് വരുമ്പോൾ നല്ല ചൂട് വരില്ലേ, അപ്പം ഇങ്ങനെ പൊന്തി വരും അത്. അപ്പോൾ ഭയങ്കര ചൊറിച്ചലാണ്. അപ്പോൾ ഇത് പല കാര്യങ്ങൾക്കും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം കുടിക്കുന്നു മാത്രമേ ഉള്ളൂ. പുതിനയുടെ വെള്ളമല്ലേ. പിന്നെ അല്ലെങ്കിൽ ഞാൻ മല്ലി 2 തണ്ടിട്ടിട്ട് അത് കുടിക്കും. അല്ലെങ്കിൽ തുളസി ചൂടാണ്. പിന്നെ നെല്ലിക്ക 2 ചതച്ചിട്ടിട്ട് ചിലപ്പോൾ അത് വെള്ളം വെച്ച് കുടിക്കും. അങ്ങനെയൊക്കെയാണ്. വലിയ കുഴപ്പമില്ലാണ്ട് പോണത്. വലിയ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. സാമാന്യം നല്ല ചൂട്ടോടെയാണ് ഞാൻ വെള്ളം കുടിക്കുക. അപ്പോൾ ഒന്നും കൂടെ ചൂടാവും. ഓടി ചെന്ന് ഫാൻ്റെ ചൂടിലിരിക്കും. ആദ്യം ഫാൻ്റെ ചൂടിലൊന്നും ഇരിക്കുന്ന ശീലമില്ലാത്ത ആളായിരുന്നു. എൻ്റെ റോസിൽ എപ്പോഴും പറയും, ഏത് വേനൽക്കാലത്തും പുതച്ച് കിടന്നുള്ളത് എൻ്റെ ചേച്ചിന്ന്. അതുപോലെ കിടക്കയില കിടക്കുള്ളൂ, പുതച്ചിട്ടാ കിടക്കുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒന്നും പറ്റണില്ല. അപ്പം അങ്ങോട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു നമ്മുടെ. കുറച്ച് കടുകിടും, കുറച്ച് വറ്റൽമുളകിടും, വേപ്പിൻ്റെ ഇല ഇടാം. ഒരു തരി നമ്മുടെ കാശ്മീരി ഒരു തരി ഒന്ന് ചൂടാക്കിയിട്ടാലേ ഒരു നല്ല കളർ കിട്ടും. ചോപ്പയ്ക്കൊരു മഞ്ഞയ്ക്കൊരു ചോപ്പ കളറും കൂടി കിട്ടും. കണ്ട ഒരു ചോപ്പയും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയാണ്ട. ചെറിയൊരു ചോപ്പ കരിയാണ്ട് ഇടണട്ടത്. ഇതാ അപ്പം മോരുകറി അങ്ങനെ കഴിക്കാൻ പാകത്തിനാക്കി ഞാൻ. ഇനി കുറച്ച് പപ്പടം കൂടി വറുത്താൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. ചോറിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇതെന്നും ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളാട്ടാ. വൈകുന്നേരത്തെ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ളത് ചിലപ്പോൾ മീനൊന്നുമില്ലെങ്കിൽ അച്ഛന് മീൻ വേണം, അല്ലെങ്കിൽ അച്ഛനല്ല അച്ഛൻ്റെ പേരും പറഞ്ഞ് എനിക്ക് മീൻ വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കും. ഫുഡ് കുക്ക് ചെയ്യാനൊന്നും ഒരു മടിയില്ലാത്ത ആളാണ് ഞാൻ. സൂപ്പർ സ്ഥലങ്ങളല്ലേ നമ്മൾ ഇന്നലെ നമ്മുടെ ആ സിനിമയിൽ എവിടെയാ റാണി
അപ്പം അങ്ങനെ പപ്പടം കാച്ചലിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ നമ്മുടെ. അമ്മാനെ പപ്പടം കാച്ചി ഇന്നത്തെ ഉച്ചവരയ്ക്കുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ച തിരിഞ്ഞ് വല്ലതും ചെയ്യണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ മിക്കതും വീട്ടിലാവും. നമ്മളങ്ങനെ നമ്മുടെ മണ്ണമ്പട്ടയിലത്തെ വീട്ടിലെത്തി. കുറച്ച് നേരം ഞാൻ വന്നിട്ട് റോസ്ലാൻഡി വന്ന് എനിക്ക് നാളികേരൊക്കെ ഇങ്ങനെ പീസാക്കി തന്നു. കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ നാളെ ഒരു ചെറിയൊരു ടൂർ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദിയോഗി കോയമ്പത്തൂർ തോന്നുന്നു, ശരിക്കുള്ള സ്ഥലം എനിക്കറിയില്ല കേട്ടോ. അവിടേക്കാണ് പോകണം. ഒരു ദിവസം നമ്മൾ ആദ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം സുജമോളോരുടെ ഊഴാണ്. അന്ന് സുജമോളും ഉണ്ണിമോൾക്ക് പരീക്ഷയായ കാരണം സുജമോള് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം സിജുമോനും അച്ഛനില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മാളുവിൻ്റെ അവിടെ നിന്ന് പോയപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ ഈ പ്രാവശ്യം ഒഴിവായിട്ടാണ്, ബാക്കി എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ അവരുടെ ഫാമിലിയും ഒരു ബസ്സിൽ റോസ് ഉണ്ടാ. അതെ, അത് മതി, അത് മതി. അപ്പം നെയ്യ്, നമ്മുടെ നെയ്യ് ഇത്തിരി കേടായ പോലെ. അപ്പോൾ റോസ് പറഞ്ഞു അവിടെ ഉണ്ട് കുറച്ചുള്ളൂ. അപ്പോൾ ആ കേടായതിട്ടിട്ട് നാച്ചാക്കണ്ടല്ലോ. അപ്പോൾ നാളികേരം വറക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ റോസ് ഇച്ചിരി ജോർജ് ചേട്ടൻ്റെ ആളുടെ അമ്മായിമ്മ മരിച്ചു. അപ്പം ഇന്നലെ രാത്രി നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് മറുപടിയിലൊക്കെ ഇവിടെ എല്ലായിടന്നതേ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു വൈദ്യശാലയ്ക്ക്. അപ്പോൾ അവിടെ പോയി കണ്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് പോന്നു, ഇവിടുത്തെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ നാളികേരം അരിഞ്ഞൊന്നാൾ. അപ്പോൾ അത്രയൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കണ വിശേഷത്തിലേക്ക് കടക്കാം. അമ്മൂമ്മ മരിച്ചത് കുറേ വയസ്സായിട്ടാട്ടാ, 88 വയസ്സാങ്ങാണ്ടായി. കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാറുണ്ട് ആദ്യമൊക്കെ. അത് കാരണം മാളും ഞാനൊക്കെ കൂടി പോയിട്ടാണ് കണ്ടത്. കാരണം മാളുവിന് ഭയങ്കര എടുപ്പാണ് അമ്മൂമ്മയായിട്ട്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇന്ന് വർത്താനം പറയും. അങ്ങനത്തെ ഇതാണ് ആളെ. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ടൊന്നും വരുന്നില്ല ആൾക്ക്, അങ്ങനെ വയ്യാണ്ടായി. അപ്പോൾ ഇപ്പോൾ നല്ല വയസ്സായല്ലോ. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ കെട്ടിലമ്മല്ല അങ്ങനെ കെടുപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ആളുടെ ഇവിടെ ഈ ലോകം വിട്ട് വേറൊരു ലോകം ഉണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്നാലും അതൊക്കെ കാണുമ്പോൾ നമ്മളും നാളെ ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഓരോരുത്തർ എൻ്റെ മക്കൾ പറയും ഓരോരുത്തരും ഇവിടെ നിന്ന് വിട്ട് പോകേണ്ടവരാണമ്മ. അത് ആ സമയമാകുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്ന് പറയും. അപ്പം ഞാനതുമായി പൊരുത്തപ്പെടും. ഓരോരുത്തരും ഇങ്ങനെ അതിൻ്റെ സമയങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം എന്ന്. അതൊരു സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ വളരെ കുറച്ച് നെയ്യേ ഉള്ളൂ ഇതിൽ അങ്ങനെ ഇടാൻ പറ്റും. എന്നിട്ട് ഇത് നല്ല ഉണങ്ങിയ നാളികേരാട്ടോ. അത് കാരണം പെട്ടെന്ന് വറവ് ശരിയാവും. അധികം നേരത്തെ ഇളക്കേണ്ടി വരില്ല നമുക്ക്. റോസിലേക്ക് തന്നെ പൊളിച്ചെടുത്ത് അരിഞ്ഞതുണ്ട് എനിക്ക്. റോസിലേക്ക് ഇന്ന് ജോലിയില്ലായില്ല. ജോലി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം അമ്മയ്ക്ക് വയ്യാത്ത കാരണം ചേട്ടൻ്റെ അടുത്തേക്ക് പോക്കൊക്കെ ആയിരുന്നു. അത് കാരണം വേണ്ട വേഗമായിട്ടാ 5 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടായുള്ളൂ അതിങ്ങനെ ആക്കിയെടുക്കാൻ. ഉണങ്ങിയ നാളികേരമുള്ളപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ലതാട്ടാ. അപ്പോൾ ഞാനൊരു തുണ്ട് കടുക് കണ്ട കടുക് അയ്യോ തെറ്റിട്ടാ കറുത്ത കാരണോ. ഇത് നമ്മുടെ എള്ള് അത് ഞാൻ ഇത് കഴുകി വെച്ചതാണ്. വെള്ളം നമ്മൾ ഇതായിക്കോട്ടെ. അതും കൂടിയിട്ട് ഇളക്കിയെടുക്കാം. വെള്ളമൊക്കെ ഞാൻ അവിടെ ഇരിക്കുന്ന കാരണം ഇട്ടതാട്ടാ. അല്ലെങ്കിൽ അത് തിന്നും കുഴപ്പമില്ല. ഇതൊന്നുമില്ല. അവിടെ ഒന്ന് ചൂടാറട്ടെ. തീയൊക്കെ നിർത്തി.
ഒക്കെ അങ്ങോട്ട് ഒരു ഉദ്ദേശത്തിനാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇത് റവയാണ്, വറുത്ത റവയാണത്. പിന്നെ ഇത് മൈദ, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് അത്. പിന്നെ ഇവിടെ വറുത്ത നാളികേരവും എള്ളും കൂടി അതിലിടുക. നമ്മുടെ ശർക്കര നീരൊഴിക്കുക. അപ്പോഴേ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലാ. ഞാൻ കുറച്ച് നേരമായി ഇങ്ങനെ കലക്കി വെച്ചിട്ട് കേട്ടോ, എല്ലാം ശരിയാക്കി വെച്ചിട്ട്. അപ്പം ഇനി ഉണ്ടാക്കാം. ഇത് എൻ്റെ മോള് വാങ്ങിച്ചെന്നതാണ് എനിക്ക് ഈ കുഴിയപ്പത്തട്ട്. അപ്പോൾ ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മ എൻ്റെ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ എനിക്ക് എല്ലാ പാത്രങ്ങളും ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കുഴിയപ്പത്തട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ കുഴിയപ്പത്തട്ട് അന്ന് ഇൻഡാലിയത്തിൻ്റെ നല്ല ഭംഗിയുള്ള തട്ടാട്ട. അത് 7 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ 2, 4, 6, 9 എണ്ണം ഉണ്ട്. പക്ഷേ അത് എല്ലാവരും ഇങ്ങനെ ഉപയോഗിച്ച് അത് ഒരിക്കലും ഒരു തുണ്ട് പോലും പിടിക്കണ്ടായില്ല. ഇപ്പം അത് ഉപയോഗിക്കില്ല ആരും. എല്ലാവരും വീട്ടിലും കുഴിയപ്പത്തട്ടായി. ആദ്യമൊക്കെ പൂരായി അതിനൊരു റെസ്റ്റ് ഉണ്ടാവാറില്ല. എവിടേക്കൊക്കെ എത്താന്നറിയോ, അതിങ്ങനെ മാറി പോവും. അപ്പോൾ അത് നല്ലതായിരുന്നു. ഇപ്പോൾ കാലങ്ങളായിട്ട് ഉണ്ടാക്കണില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ നാള് മാളിൻ്റെ അടുത്ത് നിന്ന് കൊടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് പറഞ്ഞ പുതിയത് വേണം മോള്, നോൺ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതെന്താണ്. അപ്പം അതിലൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ആള് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അവിടെ എനിക്ക് തന്നിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ തട്ടിലേക്ക് നമുക്ക് ഇത്തിരി ചെറിയ കുഴിയാട്ടത്. പിന്നെ വെളിച്ചെണ്ണ അധികം ഒഴിക്കാനും പറ്റില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ തിളച്ചിങ്ങനെ പതിഞ്ഞ് പൊന്തിപ്പോവും. അതിന് ഇതിൻ്റെ ഇവിടുത്തെ ഈ ദൂരല്ലേ, അത് ഇത്തിരി കൂടി ഉയരം വേണ്ടതായിരുന്നു അതിൻ്റെ വക്കിന്. അപ്പോഴാ വെളിച്ചെണ്ണ ശരിക്കും വേണ്ടത്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കട്ടെ. ഞാൻ മേടിക്കുമ്പോൾ അത് പ്രത്യേകം നോക്കി വാങ്ങിച്ചോളാം മോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പം നമുക്ക് പാർന്നങ്ങോട് കൊടുക്കാം. വളരെ കുഞ്ഞേ കുഴികളാട്ടാ. ഇപ്പോഴത്തെ എല്ലാ എന്തും വരുന്നത് ഇങ്ങനത്തെയാണോ എന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിതിരി വലുതാണ് ഇഷ്ടം. ഇതൊരു ഇത്തിരി ഒഴിക്കുമ്പോഴേക്കും കണ്ട ഉണ്ണി തന്നെയാണ്. അപ്പം നമുക്ക് നല്ലോണം മുരിയാനായിട്ട് ഇപ്പുറത്തേക്ക് എടുത്തങ്ങോട്ട് ഇട്ടാലോ ഇതിൻ്റെ ചട്ടിയിലേക്ക്. അപ്പോൾ അവിടെ കിടന്ന് മുരിയട്ടെ. അപ്പം എനിക്ക് വേഗം കഴിക്കേ. ഇത്തിരി കൂടി കുറച്ച് മാവ് ഒഴിച്ചാൽ മതി. കാരണം ചെറിയതായ കാരണേ ഭംഗി ഉണ്ടാവില്ല. ഇതേ കണ്ട, കുറച്ചൊഴിക്കുമ്പോൾ നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. കണ്ട, ഇത്തിരി ഭംഗിയാണ്.
അധികം ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ പരന്ന് ഒരു ഭംഗിയില്ലാണ്ടാവും. ഞാൻ ഉണ്ടാക്കിയതൊക്കെ ദേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതെ ഉണ്ടോ, ചൂടാ പൊട്ടിക്കാൻ പറ്റില്ല ഇപ്പോൾ. ഉണ്ടോ, നല്ല പിശും പിശുമായിട്ട് ഉണ്ടാകുന്നിരിക്കുന്നു. കഴിച്ചു നോക്കണം, ടേസ്റ്റ് അറിയുന്നു. അച്ഛനെത്തിയിട്ടാപ്പോഴേക്കും ഇത്രയും ഉണ്ണിയപ്പങ്ങൾ ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു കേട്ടാ. വളരെ കുറച്ച് സമയമായുള്ളൂ. അപ്പോൾ ചേട്ടാ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട്. നല്ല ചൂടാണ്, ഇതെടുക്കണം. മുകളിലൊക്കെ നല്ല ചൂടാണ്. വേണ്ട പൊട്ടിക്കുമ്പോഴൊക്കെ വേണ്ട. ക്രിസ്പി ഉണ്ട്, നല്ല പിശുപിശായിട്ടിരിക്കുന്നു. മുകളിലൊക്കെ ഇങ്ങനെ ഒത്തിരി കരുകരിപ്പുണ്ട്. അച്ഛനുണ്ട് ചൂടില്ല. അപ്പോഴേ ഇന്നലെ തന്നെ ഞാൻ ഉണ്ണിയപ്പം അച്ഛൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അച്ഛൻ വരുന്നുണ്ട. അച്ഛൻ പണിക്ക് പോവാ. ഞാൻ നേരത്തെ പോന്നു. ഞാൻ പിന്നെ നേരത്തെ പോന്നു. കാരണം എന്താ വെച്ചാൽ ഉണ്ണിയപ്പം അച്ഛൻ്റെ ഇല കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ അതിവിടെ കൊണ്ടു വയ്ക്കുക. ആ കർണാടക ഇവിടെ വെക്കുക കേട്ടാ. ചോറൊക്കെ ഇവിടെ വെക്കൂട്ടാ. അച്ഛൻ വരുന്നില്ലല്ലോ ഇന്നത്തെ പോക്കിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെയും കൂടി ഒരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അവൻ്റെ തിരക്ക് പിടിച്ച 2 ദിവസം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അപ്പം ഇന്നലെ പയറൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട നല്ല മണിപ്പയർ കണ്ട. അത് ഇന്നലെ നന്നാക്കി ഞാൻ വേവിച്ചു അത് പോന്നിട്ട്. അപ്പം അതിൽ നിന്ന് ചോറ് എടുക്കില്ലെന്ന് വിചാരിച്ചാൽ ഉച്ചയ്ക്ക് ചോറ് സുജമോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുക്കുമ്പോൾ അതിൽ ഇത്തിരി ഉപ്പേരി ഇതിൽ നിന്ന് എടുക്കാതെ മുട്ടും. അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പയർ, പിന്നെ മണിയായിട്ടുള്ളത്. അപ്പോൾ അതെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോറ് കറികൾ വെച്ചിട്ട് വേണമെങ്കിൽ സുജമോളുടെ അടുത്തേക്ക് പോകാനായിട്ട്. ഇതിൻ്റെ തിരക്കിലാണ് ഞാൻ. കുറച്ച് വെള്ളമുണ്ട്, അത് വെട്ടണം. ഇരുന്ന് ഒരു 5 മിനിറ്റ് നേരമാകുമ്പോഴേ നല്ലോണം വലിയും. ഇനി മീൻ കറി വയ്ക്കണം. അങ്ങനെ വെച്ച ചോറ് ഞാൻ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അത് പിന്നെ തുപ്പിനോട് ഊറ്റാൻ പറഞ്ഞാലും മതിയില്ല. അപ്പോൾ മീൻകറി അങ്ങനെ ഞാൻ അടപ്പത്ത് വെച്ചു കേട്ടോ. മാങ്ങയിട്ട മീൻകറിയാണ്. ചൂരക്കണ്ണിയാണിത്.
അപ്പം അങ്ങനെ മീൻ കറി വെന്തുട്ടാണ്. മീൻ്റെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നാവ് നോക്കാനായിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടേ ഒരു വഴിക്ക് പോവല്ലോ. പച്ചക്കറി കൂട്ടി കഞ്ഞി കുടിക്കണം കുറച്ച്. അപ്പോഴേ ഒരു ഇതൊക്കെ ശരിയായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി സുജുമോനെ വിളിച്ചിട്ട്, മാളും അവരൊക്കെ എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. അവർ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് മാറാനൊക്കെ എനിക്കുണ്ട്. അവിടെ ചെന്നിട്ട് വേണം, സുജുമോളുടെ ചെന്നിട്ട് വേണം ഡ്രസ്സൊക്കെ മാറാൻ. അപ്പോൾ ഒന്ന് മേലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഫ്രഷ് ആവണം. എന്നിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ മാളൊക്കെ എപ്പോഴാണ് എത്തുന്നത് ചോദിച്ചാൽ അവരും ആ വഴിക്ക് തന്നെയാണ്. പക്ഷേ ഞാൻ സുജിമോനെ വിളിച്ച് കേട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ സൗകര്യത്തിന് ചെയ്യാമല്ലോ, വിളിച്ചു നോക്കട്ടെ. അപ്പം അങ്ങനെ ഓടിക്കടന്ന് ഇവിടെ എത്തി. കുറച്ച് ചോറ് കഴിച്ചു, മോര് കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മക്കൾ വന്നു കേട്ടാ. മാളു പിന്നെ വന്നു. അവർ നീ എന്തിനു കഴിച്ച പുട്ട് ഒന്ന് കഴിച്ചു, 2 കായ പുട്ട് കഴിച്ചു. അപ്പോൾ കാപ്പി കുടിക്കാനുണ്ട്. അവന് അങ്ങനത്തെ ഒന്നും അത്ര ഇഷ്ടമല്ല, അവന് ചോറ് തന്നെ ഇഷ്ടം. അപ്പോൾ പോവാനി. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ കേട്ട് നിൽക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡ്രസ്സ് മാറൽ അത് ആക്കൽ ഇതാക്കലൊക്കെ തിരക്കില്ല. അപ്പം നിങ്ങൾക്ക് പോവാട്ടാ, അവിടെ വെച്ചിട്ട് കാണാട്ടെ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയില്ല. പക്ഷെ ഭയങ്കര മഴയാ. മഴ ഭയങ്കരമായിട്ടില്ല, കുറച്ച് തുള്ളിയിടുക മഴ. മഴയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഉണ്ടാവും കേട്ടാ. ഒരു കാളവണ്ടിയിൽ കയറി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാട്ടാ. സ്ഥലം ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. കാളവണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യട്ടാ. No one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing wild hair, it was a vision. This spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadeva.
ആദിയോഗിനെയൊക്കെ കണ്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 2:30 ആയപ്പോൾ വീട്ടിലെത്തിയിട്ട് രാത്രി. അത് കഴിഞ്ഞ് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കുത്തി വെച്ചതിന് ശേഷമാണ് സംസാരിക്കുന്നത്. അപ്പോൾ മാളൊക്കെ പോണതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അവരപ്പം തന്നെ വല്ലവർക്ക് പോയി. ഇത്തിരി ബുദ്ധിമുട്ടുള്ള വഴിയൊക്കെയാണ് അവരുടെ, എന്നാലും അവർ പോയി. കുറച്ച് കഴിയുമ്പോൾ വിളിക്കായിരിക്കും, വിളിച്ചിട്ട് വേണം എനിക്ക് ഉറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്തോരം ജനങ്ങളെ വരുന്നത്. ഞാൻ തന്നെ 2ാമത്തെ പ്രാവശ്യം കാണുന്നു. അങ്ങനെ ഒരു സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ 2 മക്കളുടെ കൂടെ ഞാൻ പോയി. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ പറ്റണമെങ്കിൽ ഒക്കെ ഒന്ന് പോയി കാണുക. ഒരു നല്ല കാഴ്ചയാണ്. കുറേ നല്ല ചുറ്റുപാടുകളിൽ കൂടി നമുക്ക് കുറച്ച് നേരം ഒന്ന് കടന്നു പോവാം. യോഗയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല അതൊന്നും നമുക്ക് ക്യാമറയിലൊന്നും പകർത്താൻ പറ്റില്ല കേട്ടോ. ഒക്കെ അവിടെ ഇടയ്ക്ക് ആൾക്കാരൊക്കെ ക്യാമറയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായില്ല അതെന്തിട്ടോ കാര്യമെന്ന്. പക്ഷേ അത് അവർ മേടിച്ച് വെച്ച് ഞങ്ങൾ ബാഗ് വരെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയി. ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ പറ്റില്ല ചോദിച്ചിട്ട്. ബാഗൊക്കെ ചെറുതൊക്കെ ആൾക്കാർ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് അതൊന്നും കാണിച്ചു തരാൻ നമുക്ക് പറ്റിയില്ല. അങ്ങനെ പബ്ലിസിറ്റി വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരിക്കും അവരുടെ. നല്ലതാണ് അതൊരു ഏകാന്തതയായിട്ട് അവിടെ അങ്ങനെ മാറിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതിലേക്കും ടാറ്റാ ബൈ.